മധ്യപ്രദേശിലെ ചരിത്ര നഗരമായ മഹേശ്വറിലെ അഹില്യ കോട്ടയിലെത്തിയിരിക്കുകയാണ് ഞാൻ. ഹോൾക്കർ രാജവംശത്തിലെ ശക്തയായ ഭരണാധികാരിയായിരുന്ന റാണി അഹില്യയുടെ പേരിൽ അറിയപ്പെടുന്ന കോട്ട. നർമ്മദാ നദിയുടെ തീരത്താണിത്. കോട്ടയോടനുബന്ധിച്ചുള്ള അഹില്യാദേവി ക്ഷേത്രത്തിന്റെ സമീപത്താണ് ഞാനിപ്പോൾ. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കോട്ടയും ക്ഷേത്രവുമെല്ലാമാണ്. വലതുവശത്ത് കാണുന്നതാണ് അഹില്യാദേവി ക്ഷേത്രം. അതിന്റെ മുറ്റമാണ് കല്ല് പതിച്ച ഈ ഭാഗം. മുറ്റത്തിന് നടുവിൽ ശില കൊണ്ടുള്ള മനോഹരമായ ഒരു ചെറു നിർമ്മിതിയുണ്ട്. വിത്തോജി ഛത്രി എന്ന് ഇതറിയപ്പെടുന്നു. അഹില്യ റാണിയുടെ ഇളയച്ചനായിരുന്നു വിത്തോജി റാവു ഹോൾക്കർ. ഇതാണ് അഹില്യാദേവി ക്ഷേത്രം. ശിവക്ഷേത്രമാണ്. ശിലയിൽ കൊത്തിയെടുത്ത മനോഹരമായൊരു ക്ഷേത്ര കോംപ്ലക്സാണിത്. വിത്തോജി ഛത്രിയും ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയ്ക്ക് ചേർന്ന വിധം തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് ആളുകൾ കയറുന്നുണ്ട്. സൂക്ഷ്മാംശങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തി നടത്തിയിട്ടുള്ള അതിമനോഹരമായ കൊത്തുപണികളാണ് ക്ഷേത്രത്തിന്റെ തൂണുകളിലും ചുമരുകളിലുമെല്ലാം. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർ ഇതിനെ പശ്ചാത്തലമാക്കി ധാരാളം ഫോട്ടോകൾ എടുക്കുന്നത് പതിവാണ്. ഇവിടെ വെച്ച് ഞാൻ ഒരു ഗൈഡിനെ പരിചയപ്പെട്ടു. 500 രൂപ നൽകാമെന്നേറ്റപ്പോൾ അദ്ദേഹം ഇതിന്റെ ചരിത്രവും കഥയുമെല്ലാം പറഞ്ഞു തുടങ്ങി. മഹേശ്വർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രശസ്തമായൊരു നെയ്ത്തു കേന്ദ്രമാണ്. ഇവിടെ നെയ്തെടുക്കുന്ന സാരി മറാത്ത സാമ്രാജ്യകാലത്തൊക്കെ ഏറെ പ്രശസ്തവുമായിരുന്നു. പല നാടുകളിൽ നിന്നും നെയ്ത്തുകാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാണ് ഇവിടം ഒരു നെയ്ത്ത് കേന്ദ്രമായി വികസിപ്പിച്ചത്. സാരിയിൽ ഉപയോഗിക്കുന്നത്രയും സൂക്ഷ്മതയുള്ള ചിത്രപ്പണികളാണ് ഈ ക്ഷേത്രത്തിന്റെ ചുമരുകളിലും നടത്തിയിരിക്കുന്നതത്രേ. അഹില്യാദേവി ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇതിലെ പ്രതിഷ്ഠ ശിവലിംഗമാണ്. വലിയ ശിവഭക്തയായിരുന്നു അഹില്യ റാണി. അവർ മറാത്ത സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുത്തിയ ശില്പികളുടെ കരവിരുതിലാണ് മനോഹരമായ ക്ഷേത്രം ഇവിടെ നർമ്മദാ തീരത്ത് ഉയർന്നു വന്നത്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം. അതിനകത്ത് ക്യാമറ അനുവദിക്കില്ല. അതിനാൽ പുറത്തു നിന്നുകൊണ്ട് ഞാൻ പരമാവധി ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. കല്ലുകൾ ഒന്നിനോടൊന്ന് ചേർത്ത് വച്ചിരിക്കുന്നതും കൊത്തുപണികൾ നടത്തിയിരിക്കുന്നതുമൊക്കെ ഏറ്റവും സൂക്ഷ്മമായ രീതിയിലാണ്. കല്ലുകൊണ്ടുള്ള ജാലകങ്ങൾ വരെയുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ റാണി അഹില്യാദേവിയുടെ ഭരണകാലം മുതലുള്ള 34 വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രം പൂർണ്ണ രീതിയിൽ നിർമ്മിച്ചെടുത്തത്. അക്കാലത്തെ 1.5 കോടി രൂപ ഇതിനുവേണ്ടി ചെലവഴിച്ചിരുന്നുവെന്നാണ് ചരിത്രം. ദശാവതാരവും പുരാണ കഥാസന്ദർഭങ്ങളുമൊക്കെ ക്ഷേത്രത്തിലെ കൊത്തുപണികളിലുണ്ട്. 2.25 നൂറ്റാണ്ടിനപ്പുറവും ഇതൊന്നും കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരത്ഭുതം. നിർമ്മിച്ച കാലം മുതൽ ഇന്നോളം ഇത് ഹോൾക്കർ രാജവംശത്തിന്റെ പരിപാലനത്തിലാണ് എന്നതായിരിക്കാം അതിന് ഒരു കാരണം. തികഞ്ഞ ശിവഭക്തിയായിരുന്ന റാണി അഹില്യാബായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വലിയ ശിവക്ഷേത്രങ്ങൾ പണികഴിപ്പിക്കുകയും നിലവിലുണ്ടായിരുന്നവ പുനരുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രം, മഹാരാഷ്ട്രയിലെ വൈദ്യനാഥ ജ്യോതിർലിംഗ ക്ഷേത്രം, എല്ലോറയിലെ ജ്യോതിർലിംഗ ക്ഷേത്രം എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. നൂറുകണക്കിന് ചെറുക്ഷേത്രങ്ങൾ വേറെയുണ്ട്. അഹില്യ ഫോർട്ടിന്റെ ഒരു കോണിലാണ് ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് നർമ്മദയിൽ നിന്ന് നേരിട്ട് കയറി വരാനാകും. അതിനാൽ തന്നെ ക്ഷേത്രമതിലിൽ നിന്നും കോട്ടയിലേക്കുള്ള കവാടം അതിശക്തമായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് ഫോട്ടോ എടുത്തു നൽകുന്ന ആളുകളും മറ്റും ഇവിടെയുണ്ട്. ഇതാണ് കോട്ടയിലെ കൊത്തുപണിയുടെ ഒരു സ്വഭാവം. വാസ്തുവിദ്യയും ശില്പകലയും അതിന്റെ ചരിത്രവുമൊക്കെ പഠിക്കുന്നവർക്ക് വലിയൊരു നിധി തന്നെയാണ് മഹേശ്വറിലെ ഈ ക്ഷേത്രം. ചില ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഫോർട്ടും ക്ഷേത്രവും സന്ദർശിക്കാനെത്തുക. ഒരു ഭാഗത്ത് ഒരു നടപ്പന്തൽ നീണ്ടുകിടപ്പുണ്ട്. ഒരു മട്ടുപ്പാവ് തന്നെയാണത്. അതിനപ്പുറം നദിയാണ്, നിറഞ്ഞൊഴുകുന്ന നർമ്മദ. നദിയിൽ നിന്നുള്ള കാറ്റേറ്റ് മട്ടുപ്പാവിൽ നിൽക്കാം. പൂർണ്ണമായും സാൻഡ്സ്റ്റോണിലാണ് കോട്ടയുടെയും ക്ഷേത്രങ്ങളുടെയും നിർമ്മാണം. വിത്തോജി റാവു ഛത്രിയാണ് ഇത്. പടനായകന്റെ സ്മാരകം. അങ്ങേയറ്റത്ത് ക്ഷേത്രം, ഇടതുവശത്ത് നടപ്പന്തൽ, അതിനപ്പുറം നദിയാണ്. നദിയിലേക്കിറങ്ങാൻ പടവുകളുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ്.
സാൻഡ്സ്റ്റോണിലാണ് മന്ദിരങ്ങൾ എന്നതിനാൽ അതിൽ കൂടുതൽ സൂക്ഷ്മതയോടെയും പൂർണ്ണതയോടെയും കൊത്തുപണികൾ നടത്താനായിരിക്കുന്നു. മഹേശ്വർ സാരികളിൽ കാണുന്ന ഒരു ഡിസൈൻ ഇതാണ്. കൊത്തുപണികൾ ഭാരതീയ ശൈലിയിലാണെങ്കിലും വിത്തോജി റാവു സ്മാരകത്തിന്റെ രൂപകൽപ്പനയിൽ മുഗൾ ശൈലി പ്രകടമാണ്. നിരവധി ബോളിവുഡ് സിനിമകൾക്ക് പശ്ചാത്തലമായ കോട്ടയാണിത്. ഞാൻ നടപ്പന്തലിലൂടെ ഒന്ന് നടന്നു. അതിസൂക്ഷ്മമായ അസംഖ്യം കൊത്തുപണികൾ. കല്ലുളി കൊണ്ട് കലാപരമായി അലങ്കരിക്കാത്ത ഒരിഞ്ച് സ്ഥലം പോലുമില്ല. വലിയ ചിത്രശില്പങ്ങളും പൂക്കളും വള്ളികളും ഉൾപ്പെടുന്ന കൊത്തുപണികളും കൊണ്ട് എല്ലായിടവും മനോഹരമാക്കിയിരിക്കുന്നു. കല്ലുകൾ പാകിയ തറയാണ്. റാണി അഹില്യാബായി നേരിട്ടാണ് ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളുടെയും ഡിസൈനിംഗ് നിർവഹിച്ചതെന്നാണ് ചരിത്രം. ക്ഷേത്രത്തിന്റെ സ്ഥാനം, നടപ്പന്തൽ, മുറ്റം എന്നിവയൊക്കെ ഏതു വിധമാകണമെന്ന് റാണി ഒരു രൂപരേഖ തയ്യാറാക്കി ശില്പികൾക്ക് നൽകിയിരുന്നു. ഇതേ സ്വഭാവമുള്ള കൊത്തുപണികൾ അഹില്യാബായി ഹോൾക്കർ പണികഴിപ്പിച്ച ഇന്ത്യയിലെ മറ്റു പല ക്ഷേത്രങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഒരേ പാരമ്പര്യത്തിലുള്ള ശില്പികളാണ് ഇവയ്ക്കെല്ലാം വേണ്ടി ജോലി ചെയ്തതെന്നാണ് അതിൽ നിന്നും ഗവേഷകർ അനുമാനിക്കുന്നത്. മട്ടുപ്പാവിൽ ഇവിടെ നിൽക്കുമ്പോൾ താഴെ ഒരു ഘട്ട് കാണാം. നർമ്മദ ഘട്ട് എന്ന് ഇതറിയപ്പെടുന്നു. മഹേശ്വർ ഘട്ട് എന്നറിയപ്പെടുന്നതും ആ കടവ് തന്നെയാണ്. തർപ്പണത്തിനും മറ്റുമായി ധാരാളം ആളുകൾ ദിവസവും അവിടെ എത്തുന്നുണ്ട്. ഞാൻ നർമ്മദ ഘട്ടിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. പല ദേശങ്ങളിൽ നിന്നെത്തിയ നിരവധിയായ സന്ദർശകർ. ചെറുപ്പക്കാരാണ് കൂടുതലും. ഇവിടെ കനത്ത വാതിലോടുകൂടിയ ഒരു കമാനമുണ്ട്. ഇതാണ് ക്ഷേത്രമുറ്റത്തു നിന്നും നർമ്മദാ ഘട്ടിലേക്ക് ഇറങ്ങുന്ന കവാടം. അത് കടക്കുമ്പോൾ ക്ഷേത്രത്തിന്റെയും കോട്ടയുടെയും കാഴ്ചകൾ കാണാം. സുന്ദരവും വിപുലവുമായ കോട്ടയാണ് അഹില്യ ഫോർട്ട്. വീതിയാർന്ന ഒരു ഘട്ട്. കോട്ടയുടെ മുറ്റമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. കോട്ടയുടെ തെക്കുഭാഗമാണിത്. നല്ല വീതിയിൽ നിറഞ്ഞൊഴുകുകയാണ് നർമ്മദ. രാവിലെ ഓംകാരേശ്വറിൽ വെച്ച് കണ്ട ഡാം പിന്നിട്ട് നദി ഒഴുകിയെത്തുന്ന ഭാഗമാണിത്. ഇതാണ് കോട്ടയുടെ മുൻഭാഗം. ശരിക്കും ക്ഷേത്രത്തിന്റെ മുൻഭാഗമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്രമതിലിനോട് ചേർന്ന് ചരിത്രപ്രസിദ്ധമായ കോട്ട. കോട്ടയുടെ ഒരു ഭാഗം ഇപ്പോൾ വലിയൊരു ഹെറിറ്റേജ് ഹോട്ടലാണ്. ഈ മണ്ഡപത്തിനകത്തു നിന്നുമാണ് ഞാൻ താഴേക്കുള്ള കാഴ്ച കണ്ടത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കോട്ടയും ക്ഷേത്രവും ഉൾപ്പെടുന്ന സമുച്ചയത്തിന്റെ വൈപുല്യം വ്യക്തമാകും. അങ്ങേയറ്റത്ത് കാണുന്ന കോട്ടമതിലിനകത്താണ് കൊട്ടാരങ്ങൾ. ഇന്ത്യയിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ചതും പൂർണ്ണതയോടെ സംരക്ഷിക്കപ്പെടുന്നതുമായ ഒരു കോട്ടയാണ് മഹേശ്വറിലേത്. കോട്ടയും പരിസരവുമൊക്കെ വളരെ വൃത്തിയോടെ പരിപാലിക്കപ്പെടുന്നു. വാരണാസിയിൽ ഗംഗയിലേക്ക് ഇറങ്ങുന്ന പടവുകൾ ഈ വിധമാണ് പാലിക്കപ്പെടേണ്ടത്. പക്ഷേ അവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടമാകട്ടെ രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലായതിനാലാവാം ചരിത്ര പ്രാധാന്യത്തോടെ വൃത്തിയോടെ ഇന്നും നിലനിൽക്കുന്നത്. മറ്റു പലയിടത്തും ഇത്തരം പുരാതനമായ മന്ദിരങ്ങളുടെ കന്മതിലിൽ പെയിന്റടിച്ചും പോസ്റ്ററൊട്ടിച്ചും വികൃതമാക്കിയിരിക്കുന്നതാണല്ലോ കാഴ്ച. ഇന്ത്യയിലെ ചരിത്ര സ്മാരകങ്ങൾ ഏതു വിധം സംരക്ഷിക്കണമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അഹില്യ ഫോർട്ട് എന്ന് നിസ്സംശയം പറയാം. ഘട്ടിലൂടെ നടന്നെത്തിയത് ഒരു ചിതാസ്ഥാനത്തേക്കാണ്. അഹല്യാദേവി ഹോൾക്കറുടെ ചിത എരിഞ്ഞത് ഇവിടെയാണ്. അപ്പുറം വേറെ പലരുടെയും ചിതാസ്ഥാന മണ്ഡപങ്ങളുണ്ട്. ഹോൾക്കർ രാജവംശത്തിലെ പ്രമുഖരുടെ ചിതയെരിഞ്ഞ സ്ഥാനങ്ങൾ. ഏറ്റവും പ്രമുഖം അഹല്യാദേവിയുടേത് തന്നെ. തർപ്പണത്തിനും മറ്റു പൂജകൾക്കുമുള്ള സാധനങ്ങൾ വിൽക്കുന്നവർ ഇവിടെയുണ്ട്. രാവിലെയാണ് തർപ്പണത്തിനായി ആളുകൾ എത്തുക. ടൂറിസ്റ്റുകളും ധാരാളം തീർത്ഥാടകരും ഇവിടെ എത്തുന്നു. അവരെ കാത്ത് ഘട്ടിനോട് ചേർന്ന് ധാരാളം ചെറുബോട്ടുകളും കിടക്കുന്നു. ഞാൻ തിരികെ നടന്നു. കോട്ടയും അതിന്റെ മുറ്റവും പടവുകളും എത്ര വൃത്തിയോടെയാണ് കിടക്കുന്നതെന്ന കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. ഇത് ഇന്ത്യയിൽ തന്നെയാണോ എന്ന് ഒരു വേള സംശയിച്ചു പോകും.
ആരും ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നില്ല. ഇന്ത്യക്കാർക്ക് ഒരു ചരിത്രസ്ഥലത്തെ വേണമെങ്കിൽ ഈ വിധം സംരക്ഷിക്കാനാവും എന്നതിന്റെ തെളിവ് തന്നെയാണിത്. നർമ്മദാ ഘട്ട് എപ്പോഴും സജീവമാണ്. ഡിസംബറിൽ മാൾവയുടെ ഭരണാധികാരിയായി ചുമതലയേറ്റ റാണി അഹില്യ ആദ്യം ചെയ്തത് തലസ്ഥാനമായ ഇൻദോർ നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുകയാണ്. തികഞ്ഞ ശിവഭക്തയായിരുന്ന അവർ നർമ്മദയുടെ കരയിൽ ഒരു ശിവക്ഷേത്രം നിർമ്മിക്കുകയും അതിനോടനുബന്ധിച്ച് തന്റെ കൊട്ടാരം സ്ഥാപിക്കുകയും വേണമെന്ന തീരുമാനമെടുത്തതോടെയാണ് മഹേശ്വറിൽ ഈ കോട്ടയുടെ നിർമ്മാണം തുടങ്ങുന്നത്. പിന്നെ തന്റെ സംഭവബഹുലമായ ഭരണത്തെ രാജ്ഞി നിയന്ത്രിച്ചത് ഇവിടെ ഇരുന്നുകൊണ്ടാണ്. വർണ്ണച്ചേല ചുറ്റിയ ഒരു സംഘം സ്ത്രീകൾ കൽപ്പടവുകളിലിരുന്ന് ഫോട്ടോ എടുക്കുന്നു. ആ നിറങ്ങൾ പ്രദേശത്തിനു തന്നെ വേറൊരു ഭാവമാണ് നൽകുന്നത്. ഗാംഭീര്യവും പ്രൗഢിയുമുള്ള കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ച കവാടം. അത് കടക്കുമ്പോൾ ഇന്ത്യയുടെ അമൂല്യമായ സ്വത്തുക്കളിൽ ഒന്ന് തന്നെയാണ് ഈ കോട്ടയെന്ന് എനിക്ക് തോന്നി. കവാടം കടന്ന് ഒരു ഇടവഴിയിലൂടെ നടത്തം തുടർന്നു. ഇതുവരെ കൂടെയുണ്ടായിരുന്ന ഗൈഡ് യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ഇവിടെ ഇങ്ങനെയൊരു കെട്ടിടമുണ്ട്. ഒരു നെയ്ത്തു കേന്ദ്രമാണ്. ലോകപ്രശസ്തമായ മഹേശ്വർ സാരി നെയ്യുന്ന ഒരു കേന്ദ്രം. അവിടം കാണുന്നതിനായി കയറി ചെന്നു. കുറേയേറെ തറികൾ നിരത്തിയിട്ടിരിക്കുന്നു. തറികൾ പ്രവർത്തിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്ന് രണ്ടെണ്ണത്തിൽ ആളുകളിരുന്ന് സാരി നെയ്യുന്നു. ഇതാണ് മഹേശ്വർ സാരിയുടെ സ്വഭാവം. പ്ലെയിൻ സാരിയാണ്. അതിന്റെ കരയും മുന്താണിയുമാണ് ഏറ്റവും ആകർഷകമായി ഉണ്ടാവുക. ഇത് ലാലിബൻ, സെൻട്രലിലെ മറ്റൊരു നെയ്ത്തുകാരി. പാരമ്പര്യമായി ഈ തൊഴിൽ ചെയ്യുന്നവരാണിവർ. മായ എന്നാണ് ഈ നെയ്ത്തുകാരിയുടെ പേര്. 5-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നെയ്ത്ത് കേന്ദ്രം എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ഗ്രാമങ്ങളാണ് ഇവിടെ നർമ്മദയുടെ തീരത്തുണ്ടായിരുന്നത്. എന്നാൽ മഹേശ്വറിൽ നെയ്യുന്ന സാരികൾ ലോകപ്രശസ്തമായത് റാണി അഹില്യാബായി ഹോൾക്കറുടെ കാലത്താണ്. തന്റെ രാജ്യതലസ്ഥാനം മഹേശ്വറിലേക്ക് മാറ്റിയ അഹില്യാബായി കൊട്ടാരം സ്ത്രീകൾക്കായി 9 യാർഡ് നീളമുള്ള സാരികൾ നെയ്യുന്നതിനായി പല നാടുകളിൽ നിന്നും നെയ്ത്തുകാരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഹൈദരാബാദ്, സൂറത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരായ നെയ്ത്തു തൊഴിലാളികളായിരുന്നു അത്. മഹേശ്വറിലെ സാരി ആദ്യമായി ഡിസൈൻ ചെയ്തത് റാണി തന്നെയായിരുന്നു. ഓരോ നിര നൂലിനെയും കാലുപയോഗിച്ച് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് അതിനിടയിലൂടെ ഓടം പായിച്ച് സൂക്ഷ്മതയോടെ സാരി നെയ്തെടുക്കുന്നു. ബനാറസ്, കാഞ്ചീപുരം എന്നിങ്ങനെ പലയിടത്തും ഇത്തരം നെയ്ത്തുസ്ഥലങ്ങളിൽ പോയി ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതും അത്തരമൊരു കേന്ദ്രം തന്നെ. മറ്റൊരാൾ ഇവിടെയുണ്ട്. ഹിന്ദി പാട്ടും കേട്ടുകൊണ്ടാണ് നെയ്ത്ത്. നെയ്തെടുക്കുന്ന സാരിയോളം വർണ്ണാഭമല്ല ഇവരുടെ ജീവിതം. തുച്ഛമായ വരുമാനക്കാരാണ്. മഹേഷ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. നെയ്ത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇടയ്ക്കിടെ നൂല് പൊട്ടും. അത് കൂട്ടിക്കെട്ടി വീണ്ടും നെയ്ത്ത് തുടരും. വലിയ ക്ഷമ ആവശ്യമുള്ളൊരു ജോലിയാണിത്. ഓരോരോ നൂലുകൾ ചേർന്ന് ഒരു സാരിയായി രൂപപ്പെടുകയാണിവിടെ. എത്രയോ നേരം ഈ വിധമിരുന്ന് ജോലി ചെയ്താലേ ഒരു സാരി പൂർത്തിയാവുകയുള്ളൂ. നമ്മൾ സാരിയുടെ വിലയെക്കുറിച്ച് കച്ചവടക്കാരുമായി തർക്കിക്കുമ്പോൾ ഇവരുടെ അധ്വാനത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. വാങ്ങുന്നയാൾ നൽകുന്ന തുകയുടെ ചെറിയൊരു ശതമാനം മാത്രമേ ഈ പാവങ്ങളുടെ കയ്യിലെത്തൂ. ഇവിടെ മഹേശ്വർ സാരികളുടെ ഒരു ഷോറൂം സജ്ജീകരിച്ചിട്ടുണ്ട്. കുറച്ചാളുകൾ സാരി വാങ്ങാനായി വന്നിരിക്കുന്നു. സാരി ആവശ്യമില്ലെങ്കിലും എടുത്ത് നിരത്തിയിടിക്കുക സ്ത്രീകൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ. പഞ്ചാബ് റാവുവിന്റെ കാറിൽ കയറി ഞാൻ അഹില്യ ഫോർട്ടിൽ നിന്നും യാത്ര തുടർന്നു. ഇവിടെ ഏതാനും കാഴ്ചകൾ കൂടിയുണ്ടെങ്കിലും അവിടേക്ക് പോകുന്നില്ല.
മറ്റൊരു പ്രധാന സ്ഥലം ഇന്ന് ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഇടുങ്ങിയ പാതകളുടെ ഒരു നഗരമാണ് മഹേശ്വർ. ഏതു വഴിയിലൂടെ പോയാലും എതിരെ ഒരു വണ്ടി വന്നാൽ ബ്ലോക്കാകും. പഞ്ചാബ് റാവു എങ്ങനെയാണ് ഈ വഴികളിലൂടെയൊക്കെ വാഹനം കൊണ്ടുപോകുന്നതെന്ന് ചിലപ്പോഴെല്ലാം ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇവിടെയെല്ലാമുള്ള ഉൾവഴികൾ റാവുവിന് വളരെ നിശ്ചയമാണ്. ഇതാണ് മഹേശ്വറിന്റെ ഉൾപ്രദേശം. മധ്യപ്രദേശിലെ ഏതൊരു പട്ടണത്തിന്റെയും ഉൾഭാഗം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പട്ടണം പിന്നിട്ട് ഇനി ഞങ്ങൾ പോകുന്നത് മാണ്ഡു എന്നറിയപ്പെടുന്ന മാണ്ഡവ് എന്ന സ്ഥലത്തേക്കാണ്. 8-ാം നൂറ്റാണ്ടിൽ പരമാര രാജവംശത്തിന്റെ കാലത്തു തന്നെ വലിയൊരു പട്ടണമായിരുന്നു അവിടം. ഭക്ഷണം ഇടയ്ക്കെവിടെ നിന്നെങ്കിലും കഴിക്കാമെന്ന് തീരുമാനിച്ചാണ് ഞങ്ങളുടെ യാത്ര. ഇത് ധാംനോദ് എന്ന പട്ടണമാണ്. ധാംനോദിലും ചുറ്റുപാടുമുള്ള കാർഷിക ഗ്രാമങ്ങളിലുമായി 3/4 ലക്ഷം ജനം വസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. പൊടി നിറഞ്ഞ റോഡും വഴിയോര കച്ചവടക്കാരുമെല്ലാമായി അസൽ ഒരു മധ്യപ്രദേശ് ടൗൺ. നഗരപ്രാന്തത്തിൽ ഇങ്ങനെയുള്ള വീടുകൾ കാണാം. ഇതാണ് മധ്യപ്രദേശിലെ പരമ്പരാഗത വീടുകൾ. പട്ടണത്തിന്റെ പ്രാന്തങ്ങളിൽ അത്തരം ദാരിദ്ര്യ കാഴ്ചകളായിരിക്കും കൂടുതൽ. ധാംനോദ് കഴിഞ്ഞ് മറ്റൊരു ചെറിയ പട്ടണത്തിലേക്കെത്തി. താരതമ്യേന പുതിയ കെട്ടിടങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്നും മാണ്ഡവിലേക്കുള്ള പ്രധാന പാതയിൽ പണി നടക്കുകയാണ്. അതിനാൽ മറ്റൊരു വഴിയിലൂടെ തിരിഞ്ഞു പോകണമെന്നാണ് പഞ്ചാബ് റാവു പറയുന്നത്. കുറച്ച് വളഞ്ഞു ചുറ്റി പോകണമെങ്കിലും നല്ല ഹൈവേ ആണ്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് ഒരു ചുരം പാതയിലേക്ക് തിരിയണം. ഒട്ടകങ്ങളുമായി വരുന്ന ആളുകൾ, വഴി നിറഞ്ഞു നീങ്ങുന്ന ആട്ടിൻപറ്റങ്ങൾ, ഇതൊക്കെ മധ്യപ്രദേശിലെ പതിവ് കാഴ്ചയാണ്. കുറച്ചു ദൂരം അധികം വീതിയില്ലാത്ത ഒരു റോഡിലൂടെ ഓടി. അത് കഴിഞ്ഞ് മാണ്ഡുവിലേക്കുള്ള മറ്റൊരു പാതയിലേക്ക് കയറി. ഇതാണ് ചുരം പാത. ഗുജരി ഘട്ട് എന്നാണ് ഈ ചുരം പാതയുടെ പേര്. മലമ്പാതയാണ്. അതുവഴി പോകുമ്പോൾ മധ്യപ്രദേശിന്റെ മനോഹരമായ കൃഷിയിടങ്ങളും ഉൾനാടുകളുമാണ് കാണുന്നത്. ഇത്തരം ഉൾനാടൻ യാത്ര എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലേതുപോലെ അത്ര ജനനിബിഡമല്ല മധ്യപ്രദേശിന്റെ ഉൾനാടുകൾ. പട്ടണങ്ങളിലും ചെറുഗ്രാമങ്ങളിലും മാത്രമാണ് ആളുകളുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് വിജനമായ പ്രദേശങ്ങളാണ്. ഇടയ്ക്ക് ചില നദികൾ, തകർന്ന പഴയ പാലം, നർമ്മദയുടെ കൈവഴികളാണ് ആ നദികളെല്ലാം. മലകയറ്റം തുടങ്ങി. മുഗൾ കാലഘട്ടത്തിലും മറ്റും സൈന്യങ്ങൾ നീങ്ങിയിരുന്ന പാതയുടെ ആധുനിക രൂപമാണിത്. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലത്തും പിന്നീട് മുഗൾ സാമ്രാജ്യകാലത്തുമാണ് മാണ്ഡു തന്ത്രപ്രധാനമായൊരു നഗരമായി മാറിയത്. അതിനെല്ലാം മുൻപ് പരമാര രാജവംശത്തിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു അവിടം. ഗുജരി ചുരം പാതയിലൂടെയാണ് പോകുന്നത്. അടുത്ത കാലത്ത് നവീകരിച്ച പാതയാണിത്. കോൺക്രീറ്റ് റോഡാണ്. ഇങ്ങനെ വിജനമായ സ്ഥലത്തുകൂടി കുറേ ദൂരം ഓടണം മാണ്ഡുവിലേക്കെത്താൻ. ഡൽഹി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജി പരമാര സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങൾ പിടിച്ചെടുത്തതോടെയാണ് മാണ്ഡുവിന്റെ പുതുചരിത്രം തുടങ്ങിയത്. അക്കാലത്ത് അയൻ അൽ മുൽക്ക് മുൾട്ടാണി എന്നയാൾ മാൽവയുടെ ഗവർണറായി നിയോഗിക്കപ്പെട്ടു. തുടർന്ന് 15-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പടനയിച്ചെത്തിയ തിമൂർ ഡൽഹി പിടിച്ചടക്കിയപ്പോൾ അന്ന് മാൾവയിലെ ഗവർണറായിരുന്ന ദിൽവാർ ഖാൻ മാൾവയെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുകയും തലസ്ഥാനം മാണ്ഡുവിലേക്ക് മാറ്റുകയും ചെയ്തു. ഇങ്ങനെ ദീർഘമായൊരു ചരിത്രമാണ് മാണ്ഡുവിനുള്ളത്. ഇപ്പോൾ ചുരം പാതയുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. മലമുകളിൽ പീഠഭൂമി പോലുള്ളൊരു ഭാഗത്താണ് മാണ്ഡു. ധാരാളം കൃഷിയിടങ്ങളും ഗോത്രഗ്രാമങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. കൃഷിയാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം. വളരെ ദരിദ്രമാണ് ജീവിതാവസ്ഥകളെന്ന് തോന്നും. കൃഷിയിൽ നിന്നും വലിയ ലാഭമുണ്ടാകുന്നില്ലായിരിക്കാം. ഗ്രാമങ്ങളുടെ ദൈന്യത കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. നല്ല പാതയാണ്. വനം പോലുള്ള പ്രദേശങ്ങൾ, ധാരാളം മഴ ലഭിക്കുന്ന സ്ഥലം കൂടിയാണിത്.
വ്യത്യസ്തമായൊരു ഭൂപ്രകൃതി. ചില ഭാഗങ്ങൾ നമ്മുടെ കാസർഗോഡ് ജില്ലയെ ഓർമ്മിപ്പിക്കും. ചെങ്കല്ലും പാറയുമൊക്കെയുള്ള പ്രദേശങ്ങൾ. ഇടയ്ക്ക് ചരക്ക് ലോറികൾ കടന്നുപോകുന്നതല്ലാതെ ഗതാഗതം പൊതുവെ കുറവാണ്. ചെറിയ മലമടക്കുകൾ. ജനവാസം വളരെ കുറവാണ്. ചിലയിടത്ത് കൃഷിയൊന്നുമില്ലാത്ത കുന്നുകൾ. ചെറിയ ചില ഗ്രാമങ്ങൾ പിന്നിടുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മാണ്ഡുവിലേക്കുണ്ടായിരുന്ന പാത ഇതാണ്. അത് ആധുനിക രീതിയിൽ ഇപ്പോൾ മാറിയിട്ടുണ്ടെന്ന് മാത്രം. കാർ മാണ്ഡുവിലെത്തുന്നതും കാത്ത് ഞാനിരുന്നു.